സുജാതേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളല്ലേ ഉള്ളൂ, വാ പറയാം. വന്നല്ലോ വിസിറ്റിംഗ് പ്രൊഫസറെ പോലൊരു ഉദ്യോഗസ്ഥ. തോന്നുമ്പോഴൊക്കെ കേറി വരാനും തോന്നുമ്പോഴൊക്കെ ഇറങ്ങി പോകാനും ഇതെന്താ സത്രമാണോ? ഇവിടെ ആടി. അല്ല, നിന്നെ ഒരിക്കൽ ഞാൻ വിളിപ്പിച്ചപ്പോ നിനക്ക് ഇങ്ങോട്ട് വരാൻ വലിയ മടിയായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയേ? അഖിലേച്ചി ഉള്ളപ്പോ എന്താ ഒരു ഭവ്യത. പഞ്ചപുച്ച അടക്കിയുള്ള ആ നിൽപ്പ് കാണുമ്പോ പച്ച വെള്ളം ചവച്ചു കുടിക്കുന്ന കൊച്ചു കുട്ടിയാണെന്നേ തോന്നുള്ളൂ. തൃച്ചംബരത്തെ മറ്റൊരു അധികാരിയായ എന്റെ മുന്നിൽ എന്താ ഒരു ഭാവം. എന്താ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടിയില്ലേ? നാവ് വരണ്ടു പോയോ? മറുപടിയുണ്ട് മാഡം. എന്നാ വാതുറന്ന് പറയേ. ഞാൻ അഖില മാഡത്തെ വിളിച്ചിരുന്നു. മാഡത്തോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ടാ വരാതിരുന്നത്. ഓ, ഡയറക്റ്റ് കണക്ഷൻ. പിന്നെ ഇപ്പൊ എന്തിനാണാവോ വന്നത്? കുറച്ച് ഫയലുകൾ നോക്കാൻ മാഡം വിളിച്ചു പറഞ്ഞു. ഓ, പിന്നെ മന്ത്രിയല്ലേ, ഇടയ്ക്കിടയ്ക്ക് കേറി വന്ന് ഫയലുകളൊക്കെ നോക്കാനായിട്ട്. കൊള്ളാം. അത് ശരി, വരാനുള്ള കാര്യം ഇപ്പോഴാ പിടികിട്ടിയത്. ഒരാള് മുൻപേ, മറ്റൊരാൾ ഒന്നും അറിയാത്ത പോലെ പിൻപേ. ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ തൃച്ചംബരത്ത് വെച്ച് തന്നെ വേണോ? ആനന്ദിന്റെ ഇളയമയ്ക്ക് ഇത് എന്ത് പറ്റി? മെഡിസിൻ കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിക്ക്, ഈ അസുഖത്തിനുള്ള മരുന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നെയല്ലേ. എന്തിനാ മാഡം വെറുതെ പ്രഷർ കൂട്ടുന്നേ? മാഡത്തിന് കൈകാര്യം ചെയ്യാനും കൈകാര്യം ചെയ്ത് കുളമാക്കാനും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് തന്നെ ഇല്ലേ? വെറുതെ എന്തിനാ ഞങ്ങളുടെ കാര്യങ്ങളിൽ തലയിടുന്നേ? ഞങ്ങളെങ്ങ് വിട്ടേരെ. സുബ്രഹ്മണ്യൻ പോറ്റി ഉപനയനവും വേദാന്തിയായനവും കഴിഞ്ഞ് അഹിംസയും ഭക്തിയും ജീവിതമാർഗമായി സ്വീകരിച്ച് പൂണൂലുമിട്ട് സൂര്യഗായത്രി മന്ത്രവും ജപിക്കുന്ന ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ എന്ന് കരുതി എന്റെ ഉച്ചി കയറിയിരുന്ന് ഉച്ചപൂജ ചെയ്യാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അത് ആനന്ദിന്റെ ഇളയമെന്ന് ഓർത്തിരിക്കുന്ന നല്ലതാ. സുജാതേച്ചി, എവിടായിരുന്നു? കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ട്. ഇത്തിരി കുടുംബകാര്യങ്ങൾ. അഖില മാഡത്തിനെ വിളിച്ച് പെർമിഷൻ വാങ്ങിയിരുന്നു. എന്തായിരുന്നു വിലാസിനി മാഡമായിട്ട്? അത് പിന്നെ അങ്ങനെയാണല്ലോ. നേരം വെളുക്കുമ്പോ എഴുന്നേൽക്കുക, വൈകുന്നേരം വരെ ആരെങ്കിലും മെക്കിട്ട് കയറുക, അതാണല്ലോ ദിനചര്യ. അതെ അതെ, വഴക്കുണ്ടാക്കാൻ ആരെ കിട്ടുമെന്ന് നോക്കിയിരിക്കുക. ഇന്ന് സ്റ്റെല്ല കിട്ടി, അത്രയുള്ളൂ. പിന്നെ എന്തുണ്ട്? സുബ്രഹ്മണ്യ സാറ് സ്റ്റെല്ലയുടെ തൊട്ട് പിറകെ തന്നെ എത്തിയല്ലോ. ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല ചേച്ചി, വെറുതെ ഓരോന്നും പറയുന്നതാ. സുബ്രഹ്മണ്യൻ സാർ എന്റെ നല്ലൊരു സുഹൃത്താ. ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് എന്നെ അറിയിച്ചതും എന്നെ പരിചയപ്പെടുത്തിയതും സുബ്രഹ്മണ്യ സാറാ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ സ്റ്റെല്ലയെ കുറ്റപ്പെടുത്തില്ല. സുബ്രഹ്മണ്യ സാറ് നല്ലയാളാ. പോരാത്തതിന് സർക്കാർ ജോലിയുണ്ടല്ലോ. അറിഞ്ഞോ? അഖില മാഡം വരുന്നു. പിന്നെ അറിഞ്ഞു, ഞാൻ വിളിക്കാറുണ്ട്. ഇനി ഇവിടെ കല്യാണത്തിന്റെ നാളുകളല്ലേ. നിങ്ങളുടെ കല്യാണം താമസിപ്പിക്കണ്ട കേട്ടോ. പോയേച്ചി. അല്ല, കല്യാണി എവിടെ? ഇപ്പൊ വരും. ശരി, എന്നാ ഞാനങ്ങോട്ട്. ശരി എന്നാ.
ഇതെന്തൊരു കിടപ്പാണ് എന്റെ പൊന്നു മച്ചു. ഒരുമാതിരി ട്രെയിനകത്ത് എയർപില്ലയും കെട്ടിപ്പിടിച്ച് കിടക്കും പോലെ. ഈ എയർപില്ല എവിടുന്ന് കിട്ടി? എഴുന്നേക്ക് മച്ചു. നീ എന്തിനാ എന്നെ തല്ലിയത്? സോറി സുബ്രു, ഞാനൊരു നല്ല സ്വപ്നത്തിലായിരുന്നു. അതുകൊണ്ട് ഞാനെന്താ കട്ടുറുമ്പായോ? ആരായിരുന്നു സ്വപ്നത്തിൽ? കല്യാണിയായിരുന്നു? ഓ, മധുര സ്വപ്നം. കൊച്ചു വെളുപ്പം കാലത്തെ സ്വപ്നം മാതള നാരങ്ങ പോലെ മധുരമുള്ളതായിരിക്കും. കണ്ടോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ആ പിന്നെ, നിന്റെ ഇളയമ്മയ്ക്ക് എന്തോ കാര്യമായ തകരാറുണ്ട്. താഴെ ഒരു അംഗം കഴിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്നാ ശരി മച്ചു. എന്താ സുബ്രു? സ്വപ്നം ദേ ജീവനോടെ വരുന്നുണ്ട്, കാപ്പിയായിട്ട്. തൽക്കാലം എന്നെ കാണണ്ട. എവിടാ? ഗുഡ് മോർണിംഗ്. ഉറങ്ങാണോ അതോ ഉറക്കം നടിച്ചു കിടക്കാണോ? ഉറങ്ങിക്കിടക്കുക. അതെ, നല്ല ഉറക്കത്തിലാണെങ്കിൽ കൈ ഉയർത്തി ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. ഒരു അബദ്ധം പറ്റി. ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? നല്ല സ്വപ്നം കണ്ടുറങ്ങി. ഞാനും അതെ, നന്നായിട്ട് ഉറങ്ങി. വല്യുഞ്ഞിന്റെ ജീവശ്വാസം നിറച്ചു തന്ന ആ തലയിണയിൽ മുഖം അമർത്തി ഉറങ്ങി. ആട്ടെ, ഇവിടെ എങ്ങനെയായിരുന്നു ഉറക്കം? എന്തു പറ്റി വല്യുഞ്ഞെ? ഒരു പരിഭ്രമം പോലെ. അല്ല, ഒരു ചമ്മലാണല്ലോ മുഖത്ത്. ഓ, പറയാൻ നാണമാണോ? അതെ, ഒരു വില്ലൻ ഈ മുറിക്കകത്ത് പതുങ്ങി നിൽപ്പുണ്ട്. വില്ലനോ? എവിടെ? അത് ശരി, ന്യൂ ജനറേഷൻ ലവ്. തലയിണയിൽ ശ്വാസം നിറച്ച് കാമുകി കാമുകന്മാർ പരസ്പരം കൈമാറി ഉറങ്ങുന്ന നവീന പ്രണയം. ഐഡിയ ഉഗ്രൻ. പുറത്തറിഞ്ഞ തലയിണ കമ്പനികൾ പെരുകും. ഇന്നത് ഞാനും പരീക്ഷിക്കും. ഇങ്ങിത്താടാ, നല്ലൊരു സന്ദർഭം നീ ആയിട്ട് വന്ന് നശിപ്പിച്ചു. ഇറങ്ങി പോടാ. പോവാ, 2 തലയിണകൾ വാങ്ങണം. ഇനി ഉറങ്ങാം. കല്യാണി, എന്താ സുജാതേച്ചി? ദാസേട്ടൻ വിളിക്കുന്നു. അത്യാവശ്യമായി ഔട്ട്ഹൗസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാനിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. പെട്ടെന്ന് എന്താ ആവശ്യമാ? ഒന്നും പറഞ്ഞില്ല, വേഗം ചെല്ലാൻ പറഞ്ഞു. ശരി, ഞാൻ പോയിട്ട് വരാം.
ആ ചേച്ചിയോ? ചേച്ചി എന്താ ഈ സമയത്ത്? അല്ല, അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് സുജാതേച്ചി പറഞ്ഞു. അച്ഛനില്ലേ ഇവിടെ? അച്ഛൻ വന്നില്ലല്ലോ. ഈ അച്ഛൻ്റെ ഒരു കാര്യം, എനിക്കവിടെ എന്തൊക്കെ തിരക്കുണ്ടെന്ന് അറിയോ? കുറച്ച് ദിവസമായിട്ട് കിച്ചണിൽ ആളും കുറവാ. ആ മോളെ ഇരുന്നാട്ടെ. മോൾക്ക് ഇത് ആരാന്ന് മനസ്സിലായോ? ഇത് നീരജിന്റെ അപ്പിച്ചയാ. കാപ്പി എടുക്ക്. കാപ്പിയൊന്നും വേണ്ട മോളെ, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. നീരജ് കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. മോളിങ് വന്നേ. അവന് ചേർന്ന കുട്ടി തന്നെയാ മോളെ. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അപ്പച്ചി വരുന്ന വിവരം പറയാൻ നീരജ് നിന്നെ ഫോണിൽ വിളിച്ചിട്ട് നീ എന്തെടുക്കാഞ്ഞ്? അത് ഞാൻ കണ്ടില്ല അച്ഛാ. അപ്പച്ചിയുടെ പേര് ശാരദ എന്നാ. നീരജിന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാ. കല്യാണത്തിന് വരാൻ പറ്റില്ലാത്ത, അതുകൊണ്ട് മോളെ കണ്ട അനുഗ്രഹം തരാൻ വന്നതാ. മോളെ, ഞാനും കുടുംബവും അങ്ങ് തമിഴ്നാട്ടിലാ, കോയമ്പത്തൂര്. ഞങ്ങള് മലയാളികളാ. വർഷങ്ങളായി തമിഴ്നാട്ടിലായതുകൊണ്ട് അവിടുത്തെ ആചാരങ്ങളൊക്കെ അറിയാതെ അങ്ങ് ശീലിച്ചു പോയി. ആചാരങ്ങളൊക്കെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ളതാണല്ലോ. അതതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും കരുതി. തമിഴ്നാട്ടിൽ വിവാഹം ഉറപ്പിക്കുന്ന പെണ്ണിന് കുപ്പിവൾ ഇട്ട് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. കൈനീട്ടിക്ക്. കൈ കാണിച്ചു കൊടുക്കുമോ? മറ്റേ കൈ നീട്ടിക്ക്. നിങ്ങളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. അപ്പച്ചിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങും മോളെ. നന്നായി വരും. ആ, ഇത് കുഞ്ഞാങ്ങളെയാണല്ലേ? അതെ. മോന്റെ പേരെന്താ? അനിയൻകുട്ടനാ വിളിക്കുന്നേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ, കല്യാണത്തിന് എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് മോളും നീരജും കൂടി കോയമ്പത്തൂരേക്ക് വരണം. നിങ്ങളുടെ ആദ്യത്തെ വിരുന്ന് അപ്പച്ചിയുടെ വീട്ടിലാ. അപ്പൊ ശരി, എല്ലാം മംഗളായിട്ട് നടക്കട്ടെ. ഞാൻ സ്നേഹിച്ചു പോയത് ഇത്ര വലിയ തെറ്റാണോ? മറ്റുള്ളവരുടെ പിടിവാശിക്ക് മുന്നിൽ ഞാൻ എന്റെ സ്നേഹം ഇല്ലാതാക്കണോ? അതിനെനിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിഴലിന് പിന്നാലെ ഓടി തളർന്നു പോവും ഞാൻ. നിനക്കറിയില്ലല്ലോ, മൂടോടുകൂടി പറിച്ചു കളഞ്ഞാലും ഈ നെഞ്ചകത്ത് പറ്റിക്കിടക്കുന്ന വലിയ കുഞ്ഞിനോടുള്ള എന്റെ സ്നേഹം.
ചേച്ചി ചേച്ചി എന്താ ഇത്? ഞരമ്പുകൾ മുറിഞ്ഞു പോവും. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വളകളും വേണ്ട. ഇത് ഞാൻ ഇടില്ല. വല്യൂഞ്ഞില്ലാത്തൊരു ജീവിതം ഇല്ല ഇനിയും കൂട്ട ഈ ചേച്ചിക്ക്. ചേച്ചി എന്തായി കാണിക്കുന്നേ? അയ്യോ ചേച്ചി ചോര.